السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയൊന്നോണം നാലാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ യഥാർത്ഥത്തിൽ സീറയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ പരിശോധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് മുമ്പുള്ള അറേബ്യയുടെ ഒരു ചരിത്രമാണ്. അതായത് അവരുടെ ജാഹിലിയത്ത് അല്ലെങ്കിൽ അറേബ്യൻ ചരിത്രത്തിന്റെ ഏതൊരു പോയിന്റിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത് എന്നുള്ള പരിശോധന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം അതേപോലെ തന്നെ അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം കൊണ്ടുവന്ന ആ പരിവർത്തനത്തിന്റെ ആഴം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ, അല്ലെങ്കിൽ ആഴത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ എന്നുള്ള. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇരുട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് വെളിച്ചത്തിന്റെ ഭംഗി അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കൂ. മനോഹരമായിട്ടുള്ള ഒരു പേർഷ്യൻ ചൊല്ല് ഓർക്കുന്നത്, റോസുകളുടെ ഭംഗി എന്നുള്ളത് അത് മുള്ളുകൾക്കിടയിൽ വിരിയുന്ന സന്ദർഭത്തിലാണ്. മുള്ളുകൾക്കിടയിലാണ് ആ റോസിന്റെ ഭംഗി. അതേ രൂപത്തിൽ ആ ജാഹിലിയത്താകുന്ന അന്ധകാരത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ ഇസ്ലാമിന്റെ വില അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന ആ പരിവർത്തനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആരാണ് അറബികൾ? അവിടെ മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അറബ് എന്നുള്ള പദത്തിന് അർത്ഥം യഥാർത്ഥത്തിൽ ഭാഷയിൽ വ്യക്തമായിട്ട്, അങ്ങേയറ്റം വ്യക്തമായിട്ട് ഒടുക്കോടെ സംസാരിക്കാൻ കഴിയുന്നവൻ, അതാണ് അറബ് എന്നുള്ള പദത്തിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. അറബാനിയുൻ ലിസാൻ എന്നെല്ലാം ഭാഷയിൽ പറയാറുണ്ട്. അതേപോലെ തന്നെ ഭാഷയിൽ ബിറുൻ അറബത്തുൻ അല്ലെങ്കിൽ നെഹ്റുൻ അറബത്തുൻ എന്ന് വെച്ചാൽ നിറഞ്ഞൊഴുകുന്ന നദി, കിണർ, ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അതേ രൂപത്തിൽ ഒഴുക്കോടുകൂടെ, അങ്ങേയറ്റം ഒഴുക്കോടുകൂടെ സംസാരിക്കാൻ കഴിയുന്നവർ. അറബികളല്ലാത്ത ആളുകൾ അവർ വിളിച്ചത് അജം എന്നാണ്. അജം എന്ന് വെച്ചാൽ സംസാരിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ മൂകരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരുടെ ആ ഭാഷയിലുള്ള പ്രാവീണ്യം കണക്കിലെടുത്ത് ആ പദം പോലെ അത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള. പരിശുദ്ധ ഖുർആനിൽ അറബ് എന്നുള്ള പദം അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ലിസാനുൻ അറബിയുൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അറബിയുൻ മുബീൻ എന്നെല്ലാം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആരാണ് അറബികൾ? എന്താണ് അവരുടെ അൻസാബ്? അവരുടെ വംശാവലിയുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ നൽകുന്ന നിരവധി അല്ലെങ്കിൽ ഇത്തരം സീറ പഠനങ്ങളിൽ പ്രധാനമായിട്ട് വലിയൊരു ഭാഗമായിട്ട് കടന്നു വരുന്ന കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആ ഒരു വംശാവലി, അത് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഏതൊരു തലമുറയിലാണ് പ്രവാചകൻ ജനിച്ചു വീഴുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിജ്ഞാനം ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ആരംഭ ഭാഗത്ത് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലൈഡ് സഹിതം വിശദീകരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആ ഒരു അറേബ്യൻ വംശാവലി, ആ ജീനിയോളജി, അതാണ് ചുരുങ്ങിയ രൂപത്തിൽ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഈ ഒരു സ്ലൈഡ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും തുടർന്നങ്ങോട്ട് അവർ അല്പനേരം സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് അതിൽ കടന്നു വരുന്നത് ബാഇദ അറബികളാണ്. അറബൽ ബാഇദ എന്നുള്ളത് അറേബ്യൻ മണ്ണിൽ അതിപുരാതന കാലത്ത് അല്ലെങ്കിൽ അറേബ്യൻ മണ്ണിൽ ജീവിച്ച ആദിമ നിവാസികളാണ് അറബൽ ബാഇദ. അവരുടെ ചരിത്രം കൂടുതൽ നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരുപാട് കാലം മുമ്പ് തന്നെ അറബ് ദേശത്ത് നിന്നും എക്സ്റ്റിങ്ക്റ്റ് ആയ അല്ലെങ്കിൽ നാമാവശേഷമായി ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന അറേബ്യൻ മണ്ണിൽ ജീവിച്ച ആദിമ നിവാസികളാണ് അറബൽ ബാഇദ. പല കാരണങ്ങളാൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ കാരണവും മറ്റുമെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ആദിമ നിവാസികൾ, അതാണ് അറബൽ ബാഇദ. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ നൽകുന്ന, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദ് സമുദായം, അതേപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട സമൂദ് ഗോത്രം എല്ലാം അതിനുള്ള ചില ഉദാഹരണങ്ങളാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ വസമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രം പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അവര് ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും അവരുടെ ചില നിർമ്മിതികൾ അത് അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അത് ഇക്കാലഘട്ടത്തും അതേ രൂപത്തിൽ അവശേഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, സൗദി അറേബ്യയിൽ മദാഇൻ സ്വാലിഹ് പോലെയുള്ള പ്രദേശത്ത് ഈ സമൂദ് ഗോത്രത്തിന്റെ ചില നിർമ്മിതികൾ ഇന്നും വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അവിടെ സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വർഷം? അത് ഏകദേശം 3000-4000-ത്തിലധികം വർഷം പഴക്കമുള്ള ചരിത്രമാണത്.
പരിശുദ്ധ ഖുർആൻ അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ബൈബിള് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ബൈബിളിൽ ആദ്യ സമൂഹ ഗോത്രത്തിന്റെ ചരിത്രമൊന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ പറയുന്നില്ല. മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ബൈബിള് വീക്ഷണപ്രകാരം മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിച്ചിട്ട് കേവലം 4000-5000 വർഷത്തെ പഴക്കം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പലപ്പോഴും അവരുടെ ആ വിശ്വാസമെടുത്ത് ഇസ്ലാമിനെ ചില ആളുകൾ പഴിചാരാറുണ്ട്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും മനുഷ്യന്റെ ഉത്ഭവം ഭൂമിയിൽ സംഭവിച്ചിട്ട് ഇത്ര വർഷമായെന്ന് എവിടെയും കൃത്യമായിട്ട് പറയുന്നില്ല. അത് മാത്രമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിത്രം ഏറെ ശാസ്ത്രീയമായിട്ടുള്ള ചിത്രമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും നല്ല നിരവധി ഉദാഹരണങ്ങളുണ്ട്. 2 മാത്രം സൂചിപ്പിക്കണം. കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ച അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസിൽ ഭൂമിയിൽ 1.25 ലക്ഷം പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 1.25 ലക്ഷം എന്നുള്ളത് ഇപ്പൊ ഭൂമിയിൽ ഒരേ സമയത്ത് 3-4 പ്രവാചകന്മാരുണ്ടെന്ന് തന്നെ നമ്മൾ സങ്കല്പിച്ചാലും 1.25 ലക്ഷം പ്രവാചകന്മാർ വന്നു പോകാനുള്ള സമയം എത്രയായിരിക്കും? അത് 2 പ്രവാചകന്മാർക്കിടയിലുള്ള കാലയളവ്. ഇപ്പൊ നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള കാലയളവ് 500 വർഷമാണ്. 500 നമ്മൾ വിട്ട് ഒരു 200 വെച്ച് നമ്മൾ കൂട്ടിയാൽ തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് വർഷം അവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിരവധി ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 2 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ഖിയാമത്തിലേക്കും എനിക്കും ഖിയാമത്തിനും ഇടയിലുള്ള ദൂരം ഇതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 1400-ലധികം വർഷങ്ങളായി, ഇന്നും ഖിയാമത്ത് സംഭവിച്ചിട്ടില്ല. അത്രയും വലിയൊരു കാലയളവിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സൂചിപ്പിച്ചത്. അതെല്ലാം വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ ഉത്ഭവത്തിന് ലക്ഷക്കണക്കിന് പഴക്കമുണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഏറെ ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണവും അത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാണ്. ആദ്യത്തെ കാറ്റഗറി എന്നുള്ളത് ബാഇദ അറബികളാണ്. അവര് സമ്പൂർണ്ണമായിട്ട് അറബ് ദേശത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ആദിമ നിവാസികൾ. രണ്ടാമതായിട്ട് കടന്നു വരുന്ന കാറ്റഗറി എന്നുള്ളത് അറബൽ ബാക്കിയാണ്. അതാണ് ബാക്കി എന്നുള്ള പദത്തിൽ തന്നെ, അതായത് ആദ്യത്തേത് തുടച്ചു നീക്കപ്പെട്ടു, പിന്നീട് ബാക്കിയായിട്ടുള്ള അറേബ്യൻ മണ്ണിൽ ബാക്കിയായിട്ടുള്ള അറബികൾ, അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ആ രണ്ടാമത്തെ കാറ്റഗറിയെ പണ്ഡിതന്മാർ 2 സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അതിൽ 2 കാറ്റഗറി സ്ലൈഡിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് കടന്നു വരുന്നത് കഹ്ത്വാനികളാണ്. കഹ്ത്വാൻ എന്നറിയപ്പെടുന്ന വിഭാഗം, അവരെ മറ്റൊരു പേര് അറബൽ ആരിബ എന്നാണ്. അറബൽ ആരിബ എന്നവരെ വിളിക്കാൻ കാരണം അവരാണ് യഥാർത്ഥത്തിൽ പ്യുവർ അറബികൾ, ശുദ്ധരായിട്ടുള്ള, നമ്മൾ ഈ 22 ക്യാരറ്റ് എന്നെല്ലാം പറയുന്നത് പോലെ ശുദ്ധരായിട്ടുള്ള അറബികൾ യഥാർത്ഥത്തിൽ കഹ്ത്വാനികളാണ്, അറബൽ ആരിബ. അവര് ചില പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ അറബിയുടെ പിതാവ് എന്നാണ് ഖഹ്താനെ വിശേഷിപ്പിച്ചത്. അതായത് ഈ ഖഹ്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് യഅറുബ് എന്നറിയപ്പെടുന്ന ഒരു മകനുണ്ടായിരുന്നു, യഅറുബ്. ആ യഅറുബ് എന്നുള്ള മകനിൽ നിന്നാണ് അറബി എന്നുള്ള പദം വരെ ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ അറബി ഭാഷ ഉത്ഭവിച്ചതെന്നെല്ലാം അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഈ ഖഹ്ത്വാനികൾ യഥാർത്ഥത്തിൽ യമനികളാണ്. അതായത് അവർ യമനികളാണ്, യമനാണ് അവരുടെ ഉത്ഭവ കേന്ദ്രം. അപ്പൊ യമനിൽ നിന്നും പാലായനം ചെയ്താണ് അവര് അറബ് ദേശത്തേക്ക് വരുന്നത്. അറബ് ദേശത്തേക്ക് ആദ്യമായിട്ട് കുടിയേറിയത് ഈ യമനിൽ നിന്ന് വന്ന കഹ്ത്വാനികളാണ്. അപ്പൊ യമനിൽ നമുക്കറിയാം, ഷീബ രാജ്ഞിയുടെ ആ സബ ഗോത്രം, അവരവിടെ വളരെ സമൃദ്ധമായിട്ട് കൃഷിയെല്ലാം നടത്തി ജീവിച്ചു വരികയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവരുടെ അണക്കെട്ട്, മആരിബ് അണക്കെട്ട്, അത് തകർന്ന് അവിടെ വലിയ പ്രളയം വന്ന സന്ദർഭത്തിൽ ജീവിതമാർഗം അവർക്ക് മുമ്പിൽ അടഞ്ഞ സന്ദർഭത്തിൽ നിരവധി ആളുകൾ യമനിൽ നിന്നും പാലായനം ചെയ്ത് അറേബ്യയിലേക്ക് കുടിയേറി. അതായത് ആ സബ ഗോത്രം നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അതിലും സൂചന നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സബ എന്നുള്ള പേരിൽ തന്നെ ഒരു അധ്യായം, 34-ാമത്തെ അധ്യായം, അതിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ജന്നത്താനി അൻ യമീനും വശിമാൽ എന്നെല്ലാം പറയുന്ന ആയത്ത്. അതായത് യമനിൽ ആ അണക്കെട്ടെല്ലാം തകർന്ന് യമനിൽ നിന്നും അറബ് ദേശത്തേക്ക് കുടിയേറിയ ആളുകൾ, അതാണ് കഹ്ത്വാനികൾ. ആ കഹ്ത്വാനികളിൽ നിരവധി ഗോത്രങ്ങൾ, ഇപ്പൊ ഹിമ്യറൈറ്റ്സ് എന്നറിയപ്പെടുന്ന ആ ഹിമ്യർ, അതേപോലെ തന്നെ കഹ്ലാൻ, ജുർഹൂം, അതെല്ലാം അവര് ആ കഹ്ത്വാനികളുടെ ഗോത്രങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, മദീനയിൽ ഉണ്ടായിരുന്ന ഔസും ഖസ്റജ് എല്ലാം യഥാർത്ഥത്തിൽ കഹ്ത്വാനികളുടെ പിൻഗാമികളാണ്. കഹ്ത്വാനികൾ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ സാം, ആ സാമിന്റെ വംശപരമ്പര സമേറ്റ്സ് എന്ന് വിളിക്കും, ആ ഗണത്തിലാണ് കഹ്ത്വാനികൾ കടന്നു വരുന്നതെന്നെല്ലാം അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ കഹ്ത്വാനികളാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ അറബികൾ, അല്ലെങ്കിൽ പ്യുവർ അറബികൾ. അവരുടെ ഉത്ഭവ ദേശം എന്നുള്ളത് യമനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യമനിൽ നിന്നും വന്ന അവരാണ് ശുദ്ധ അറബികൾ.
അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങളാണ് ഹിമ്യർ, അതേപോലെ തന്നെ കഹ്ലാൻ, അതേപോലെ തന്നെ ജുർഹും പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, അത് പിന്നീട് കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കഹ്താനികളായിട്ടുള്ള ആളുകളുടെ ഗോത്രങ്ങളാണ്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. അറബൽ ബാക്കയിൽ കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം അദ്നാനികളാണ്. അദ്നാനിയൂൻ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം, അല്ലെങ്കിൽ മറ്റൊരു പേര് അൽ അറബൽ മുസ്തഅരിബ. അറബൽ മുസ്തഅരിബ എന്ന് അവരെ വിളിക്കാനുള്ള കാരണം, യഥാർത്ഥത്തിൽ അവര് നേരത്തെ പറഞ്ഞതുപോലെ കഹ്താനികളെ പോലെ പ്യുവർ അറബികളല്ല, മറിച്ച് മറ്റൊരു പ്രദേശത്ത് നിന്നും അറേബ്യൻ മണ്ണിലേക്ക് കുടിയേറി പിന്നീട് അവിടെ അറബി ഭാഷയെല്ലാം പഠിച്ച് അറബികളായി മാറിയ ആളുകളാണ്. അതുകൊണ്ടാണ് മുസ്തഅരിബ എന്ന് അവരെ വിളിക്കാനുള്ള കാരണം. ഏത് ദേശത്തു നിന്നാണ് അവർ അറബ് ദേശത്തേക്ക് കുടിയേറിയത്? അതായത് അദ്നാനികൾ അതല്ലെങ്കിൽ മുസ്തഅരിബ അറബികൾ ഇറാഖിലുള്ള യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഊർ പട്ടണത്തിൽ നിന്നും അറേബ്യൻ ദേശത്തേക്ക് കുടിയേറി വന്നവരാണ്. ഊർ പട്ടണം നമുക്കറിയാം, ചരിത്രത്തിലെ ഏറ്റവും പുരാതന നഗരാണ് ഊർ നഗരം. നമുക്കറിയാം, നിരവധി ഉത്ഖനന ഗവേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ പട്ടണം. ഊർ എന്നുള്ളത് മറ്റൊരു കാര്യം, ഊർ എന്നുള്ളത് കാൽദിയൻ ഭാഷയിൽ നാട് എന്നാണ് അതിനർത്ഥം. ആ അതേ പദത്തിൽ നിന്നാണ് പിന്നീട് നിരവധി ഭാഷകളിലേക്ക് അതേ പദം പരിണമിച്ചെത്തിയതായിട്ടെല്ലാം ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോ നമുക്കറിയാം, തമിഴ് ഭാഷയിൽ ഊർ എന്ന് വെച്ചാൽ നാടാണ്. അതേ പദമാണ് തമിഴിൽ നിന്നും പരിണമിച്ചുണ്ടായ മലയാളത്തിൽ നമ്മൾ ഊര് അല്ലെങ്കിൽ ഊര് വിലക്ക് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അതന്നെയാണ് ഇപ്പൊ ഹിന്ദിയിലും ഉറുദുവിലെല്ലാം ദൂർ എന്നുള്ള പദം. രണ്ട് നാടുകൾ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം കാണിക്കാൻ ഉപയോഗിക്കുന്ന ദൂർ എന്നുള്ള പദമെല്ലാം ഈ ഒരു പദത്തിന്റെ പരിണാമമായിട്ടാണ് ഭാഷാ പണ്ഡിതന്മാർ പറയാറുള്ളത്. ഏതായിരുന്നാലും അതിപുരാതനമായിട്ടുള്ള ഊർ പട്ടണത്തിൽ നിന്നും ചില ആളുകൾ അറേബ്യൻ ദേശത്തേക്ക് കുടിയേറിയെത്തി. എന്താണ് നമ്മൾ ഇറാഖുമായിട്ട് അല്ലെങ്കിൽ ഊർ പട്ടണവുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, നമ്മുടെ ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാടാണ് ഇറാഖ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്നും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് അറേബ്യയിൽ എത്തുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് യഥാർത്ഥത്തിൽ അദ്നാനികൾ എന്നറിയപ്പെടുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് അദ്നാനികൾ. എങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇറാഖിലുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബ് ദേശത്തേക്ക് എത്തുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷെ ഞാനത് ഒന്ന് ഓടിച്ചു പോവാണ്. അതായത് ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതേപോലെ തന്നെ അറിയാത്ത ആളുകളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒന്ന് ഓടിച്ചു പോവാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ സാറയോടൊപ്പം ഈജിപ്തിലേക്ക് താമസം മാറുകയാണ്. അക്കാലഘട്ടത്തിൽ ഈജിപ്തിലുണ്ടായിരുന്ന അതിസ്വേച്ഛാധിപതി അല്ലെങ്കിൽ ക്രൂരനായിരുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം നാട്ടിലുള്ള സ്ത്രീകളെയെല്ലാം ദുരുപയോഗം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടിലുള്ള സ്ത്രീകളെയെല്ലാം നിർബന്ധത്തോടു കൂടെ തന്നെ അദ്ദേഹം മോശമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു അക്കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്നത്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ തന്റെ അതിസുന്ദരിയായിട്ടുള്ള ഭാര്യ സാറയുമായിട്ട് ഈജിപ്തിലെത്തിയ വിവരം രാജാവിന് ലഭിക്കുകയാണ്. അതായത് സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ രണ്ടാളുകൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് രാജാവ് അറിയാൻ. ഞാനീ പറയുന്നതെല്ലാം സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ അംബിയായിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ സാറ അതിസുന്ദരിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാവ് തനിക്ക് അവളെ വേണമെന്ന് സൈന്യത്തോട് അദ്ദേഹം കൽപ്പിക്കുകയാണ്. അതായത് ഉടനെ തന്നെ ആ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുകയാണ്. അപ്പൊ സൈന്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലെത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ ചോദിച്ചു, ആരാണിത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഉഖ്തി, അതെന്റെ സഹോദരിയാണ്. അതായത് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് വിശ്വാസികൾ പരസ്പരം സഹോദരന്മാർ, ആ ഒരു അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആ രൂപത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും ആ സൈന്യം സാറയെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ മുമ്പിലേക്ക് പോവാണ്. നിസ്സഹാരായിട്ടുള്ള അവര്, കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നിസ്സഹാരായിട്ടുള്ള അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈയുയർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ സാറ, അവർ രണ്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രാജാവ് അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ചുകൊണ്ട് അവളെ രാജാവ് കടന്നു പിടിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ ഉടൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേട്ടു. രാജാവിന്റെ ശരീരം തളരുകയാണ്. രാജാവിന്റെ ശരീരം തളർന്ന സന്ദർഭത്തിൽ രാജാവിന് മനസ്സിലായ, രാജാവ് അവളോട് കീണപേക്ഷിച്ചു, നിങ്ങളുടെ പ്രാർത്ഥന കാരണമാകാം ഒരുപക്ഷെ ഞാൻ ഈ രൂപത്തിലായത്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് ആയി മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വല അളുറുക്കി, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് രാജാവ് വാക്ക് നൽകി. അപ്പൊ സാറക്ക് അലിവ് തോന്നി. സാറ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നു. ആ സന്ദർഭത്തിൽ രാജാവിന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ആവുകയാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് ആയ സന്ദർഭത്തിൽ രാജാവ് വീണ്ടും അവളെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ ഹാജർ വീണ്ടും പ്രാർത്ഥിക്കുന്നു.
ആ രാജാവിന്റെ ശരീരം വീണ്ടും പഴയ രൂപത്തിൽ തളരുകയാണ്. ആ സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു, ഒരിക്കൽ കൂടെ രാജാവ് കേണപേക്ഷിക്കാണ്, എന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്കാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് രാജാവ് വാക്ക് നൽകുന്നു. സാറ പ്രാർത്ഥിക്കുന്നു, രാജാവിന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്കാകുന്നു. ആ സന്ദർഭത്തിൽ രാജാവ് സൈന്യത്തോട് പോയിട്ട് പറഞ്ഞു, ഇന്നക്കുല്ലൻ തൂനിയിൽ ഇൻസാൻ ഇന്നമ ആത്തേത്തുമുനി വിഷയിത്വാൻ, നിങ്ങൾ മനുഷ്യനെയല്ല എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്, പിശാചിനെയാണ് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത്. അവൾക്കെന്തോ മറ്റുള്ള അബോധികമായിട്ടുള്ള ശക്തിയുണ്ടെന്നെല്ലാം പറഞ്ഞ് രാജാവ് അവളെ വെറുതെ വിടുക മാത്രമല്ല, പോകുന്ന സന്ദർഭത്തിൽ സമ്മാനമായിട്ട് ഹാജർ എന്നറിയപ്പെടുന്ന ഒരു ഭൃത്യയെയും രാജാവ് നൽകുകയാണ്. അതായത് സമ്മാനമായിട്ട് ഹാജർ എന്നറിയപ്പെടുന്ന ഒരു അടിമ സ്ത്രീയെ രാജാവ് നൽകി എന്നുള്ളതാണ് ഹദീസിന്റെ അവസാനം. ആ ഹദീസിന്റെ അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിൽക ഉമ്മുക്കും, ആ ഹാജറാണ് നിങ്ങളുടെ മാതാവ്. അതായത് ഈജിപ്തിൽ വെച്ച ആ രാജാവ് നൽകപ്പെട്ട ആ സമ്മാനം, ആ ഹാജർ എന്ന അടിമ സ്ത്രീ, അതാണ് നിങ്ങളുടെ മാതാവ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, എങ്ങനെയാണ് നമ്മുടെ മാതാവാകുന്നത്? കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നമുക്കറിയാം, സാറയിൽ ഒരു സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാലം പിന്നിട്ടിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തന്റെ ഭാര്യയായിരുന്ന സാറയിൽ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവസാനം സാറയുടെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ സാറയുടെ സമ്മതത്തോടു കൂടെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെ വിവാഹം കഴിക്കുകയാണ്. അതായത് ആ രാജാവ് നൽകിയ സമ്മാനമായിട്ട് നൽകിയ അടിമ സ്ത്രീയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈജിപ്തുമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പറഞ്ഞു, ഇദാ ഫതഹ്തും മിസ്ര ഫസ്തൗസു ബി അഹ്ലിഹ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ഈജിപ്ത് കീഴടക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. കാരണം ഫഇന്നലഹും ദിമ്മത്തും വറഹിമ, നിങ്ങൾക്ക് അവരുമായിട്ട് ചില ഉത്തരവാദിത്വവും ബന്ധുവെല്ലാം ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉണർത്തുകയാണ്. അത്ഭുതമാണ്. ഈ ഹദീസ് ഒരു വലിയ പ്രവചനം കൂടെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാലഘട്ടത്തിൽ അത് പറഞ്ഞു. പിന്നീട് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഈജിപ്ത് മുസ്ലിങ്ങളുടെ അധീനതയിൽ വരികയും ചെയ്തു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈജിപ്ത് കീഴടക്കി. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം കൂടെയാണത്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹാജറിൽ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന പേരിൽ ഒരു സന്താനം ജനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം 80ഓളം വയസ്സിന് ശേഷമാണ് ഈ ഒരു സന്താനം ഉണ്ടാകുന്നത്. ആ ഒരു സന്താനം ഉണ്ടായതിനു ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുലകുടി പ്രായമായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെയും കൂട്ടി മക്കയിലേക്ക് എത്തുകയാണ്. അവിടെ വിജനമായ ആൾപ്പാർപ്പില്ലാത്ത ആ മരുഭൂമിയിൽ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു നടക്കുകയാണ്. ഉപേക്ഷിക്കല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് അത് ചെയ്തത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തുന്നുണ്ട്. സൂറത്തുൽ ഇബ്രാഹിമിന്റെ 37-ാമത്തെ വചനത്തിൽ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ഓ അല്ലാഹ്, ഒരാളില്ലാത്ത ഈ വിജനമായിട്ടുള്ള താഴ്വരയിലാണ് എന്റെ കുട്ടിയെയും ഭാര്യയെയും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ചിത്രമെല്ലാം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഹാജറിനും, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ, അവർക്കും മനസ്സിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹാജർ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ രൂപത്തിൽ പോവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ചെയ്യുന്നത്? ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ എന്ന് മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ അവര് ക്ഷമിക്കുക. അതായത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കൈവിടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഹാജർ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അവരെ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ വിജനമായിട്ടുള്ള മക്കാ മരുഭൂമിയിൽ അവരെ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ കേവലം 1-2 ദിവസത്തിന് മാത്രമുള്ള ഭക്ഷണം മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം തീർന്ന സന്ദർഭത്തിൽ ആ കുട്ടി ദാഹിച്ച് കരയാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, സംസവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം എല്ലാം അവിടെയാണ് അരങ്ങേറുന്നത്. മറ്റൊരു കാര്യം, അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചരിത്രമെല്ലാം ഇന്ന് നിലവിലുള്ള ബൈബിളിൽ പോലും ഉൽപ്പത്തി പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ 14 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ഈ ചരിത്രം അതേ രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറയെയും കുട്ടിയെയും കൂട്ടി മരുഭൂമിയിൽ എത്തുന്നതും അവിടെ നിർത്തുന്നതും, പിന്നീട് ഉച്ചത്തിൽ കുട്ടി കരയാൻ തുടങ്ങി. ഒരല്പം കഴിഞ്ഞപ്പോൾ അവരൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം അവരോട് വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ കരയേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, നിന്റെ കുട്ടിയുടെ ആ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു.
നീ ആ കുട്ടിയെ കയ്യിലെടുക്കുക, അവരിൽ നിന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈബിളിലുള്ള വചനം, അവനിൽ നിന്ന് വലിയൊരു ജനതയെ പുറപ്പെടുവിപ്പിക്കും. അതായത് ആ കുട്ടിയിൽ നിന്നും വലിയൊരു ജനവിഭാഗം അവിടെ ജനിച്ചു വീടും. കണ്ണു തുറന്ന സന്ദർഭത്തിൽ അവിടെ ഒരു കിണർ കാണാണ്. ആ കിണറിൽ നിന്നും അവര് വെള്ളമെടുത്ത് കുട്ടിക്ക് കുടിക്കാൻ നൽകി. പിന്നീട് ആ പാറാനിലെ മരുഭൂമിയിൽ അവർ പാർത്തു. ഇസ്മായിൽ അവിടെ ജനിച്ചു വളർന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. അതായത് അതേ ചരിത്രമാണ് അവിടെ നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അവർക്ക് സംസമിന്റെ സംഭവം നടക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. സംസം ആ കുട്ടിക്ക് വേണ്ടി നൽകപ്പെട്ടു. അപ്പൊ വെള്ളമെല്ലാം ലഭിച്ച് അവരവിടെ താമസിക്കാൻ തുടങ്ങിയതോടുകൂടെ നിരവധി പക്ഷികളും അതേപോലെ തന്നെ അറേബ്യൻ ദേശത്തുണ്ടായിരുന്ന ജീവികളെല്ലാം ആ ഭാഗത്തേക്ക് കടന്നു വരാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളം, മരുഭൂമിയിലൊരു സ്ഥലത്ത് വെള്ളം ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയ അത്ഭുതമാണ്. അപ്പൊ ആ സന്ദർഭത്തിലാണ് ആ ദേശത്തുകൂടെ സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മരുഭൂമി ദേശത്തുകൂടെ ജുർഹൂം ഗോത്രക്കാരായിട്ടുള്ള ചില ആളുകൾ അതുവഴി കടന്നു പോവാണ്. ജുർഹൂം ഗോത്രം നേരത്തെ ഞാൻ പറഞ്ഞു, ഖഹ്ത്വാനികൾ. ആ ഖഹ്ത്വാൻ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലുള്ള ഒരു ഗോത്രമാണ് ജുർഹൂം ഗോത്രം. ആ ജുർഹൂം ഗോത്രക്കാര് അതുവഴി കടന്നു പോവാൻ. കടന്നുപോയ സന്ദർഭത്തിൽ അവര് മരുഭൂമിയിലെ പക്ഷിയുടെ സാന്നിധ്യം കാണാൻ. അതായത് അന്നത്തെ കാലത്ത് യാത്രാ സംഘമെല്ലാം മരുഭൂമിയിൽ, വിജനമായിട്ടുള്ള മരുഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പക്ഷിയെ കണ്ടാൽ അവര് അതിനെ വേട്ടയാടാനല്ല, മറിച്ച് അതൊരു നല്ല സൈനാണ്. അതായത് ആ പ്രദേശത്ത് എവിടെയോ വെള്ളമുണ്ടെന്നുള്ളൊരു സൈന് കൂടെയാണ് യഥാർത്ഥത്തിൽ പക്ഷികളെ കാണുന്ന സന്ദർഭത്തിൽ അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് തന്നെ ആ പക്ഷിയെ കണ്ട ആ ദിശയിലേക്ക് അവർ പോകുന്നു. അവർ പോയ സന്ദർഭത്തിൽ, അതായത് യഥാർത്ഥത്തിൽ ഒരു ദൂതൻ, ആ യാത്രാ സംഘം ഒരു ദൂതൻ ആ ദിശയിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ദൂതൻ അവിടെ എത്തിയ സന്ദർഭത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ. അവിടെ ഒരു മാതാവും കുട്ടിയും ഇരിക്കുന്നത് ആ ദൂതന് കാണുന്നു. ഉടനെ തന്നെ ദൂതന് തിരിച്ചുപോയിട്ട് ആ യാത്രാ സംഘത്തെ വിവരം അറിയിച്ചു. അതായത് അവിടെ ഒരു മാതാവും ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അവിടെ ജലവും ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഉടനെ തന്നെ ആ സംഘം, അതായത് ആ യാത്രാ സംഘം അങ്ങോട്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഹാജർ റളിയല്ലാഹു അൻഹയോട് അവർ അനുമതി ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ താമസിക്കാൻ അനുവദിക്കോ? ഇവിടെ സുലഭമായിട്ട് വെള്ളമെല്ലാം ലഭ്യമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കോ എന്ന് അവര് ഹാജർ റളിയല്ലാഹു അൻഹയോട് പെർമിഷൻ ചോദിക്കുന്നു. ഹാജർ റളിയല്ലാഹു അൻഹ അവർക്ക് അനുമതി നൽകി. അതോടുകൂടെ, അതായത് അനുമതി നൽകി, പക്ഷേ ചില കണ്ടീഷൻ ഹാജർ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, പക്ഷെ ഒരിക്കലും ഈ വെള്ളത്തിന്റെ അധികാരം നിങ്ങൾക്ക് ഞാൻ വിട്ടു. അതായത് സംസം എന്നുള്ളത് അത് ഞങ്ങളുടെ അധികാരത്തിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കീഴിൽ ഇവിടെ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് ഹാജർ റളിയല്ലാഹു അൻഹ അവർക്ക് അനുമതി നൽകി. അതായത് ആ ജുർഹും ഗോത്രക്കാര് പിന്നീട് അങ്ങോട്ട് താമസം മാറ്റുകയാണ്. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജുർഹും ഗോത്രക്കാർക്കിടയിൽ അവിടെയാണ് വളരുന്നത്. അവരോടൊപ്പം കളിച്ചും വളർന്നും അവരുടെ ഭാഷയെല്ലാം പഠിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രക്കാർക്കിടയിൽ വളരുകയാണ്. പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, അറബ് ദേശത്തുണ്ടായിരുന്ന പ്യുവർ അറബികൾ, ഖഹ്ത്വാനികൾ. ആ ഖഹ്ത്വാനികളുടെ ഒരു ഗോത്രാണ് ജുർഹും. അവര് പ്യുവർ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് ഇവിടെ വന്ന് അവർക്കിടയിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നത്. അവർക്കിടയിൽ വളർന്ന അവസാനം ആ ജുർഹും ഗോത്രത്തിൽ നിന്ന് തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അതോടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയായിട്ടുള്ള അദ്നാനികളും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഖഹ്ത്വാനികൾ, അതായത് പ്യുവർ അറബികളായിട്ടുള്ള ആ ഖഹ്ത്വാനികൾ, അത് രണ്ടും രണ്ടും സംഗമിക്കുകയാണ്. അതായത് ഖഹ്ത്വാനികളും അദ്നാനികളും മിക്സ് ആവുകയാണ് ആ ഒരു വിവാഹത്തോടുകൂടെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. പിന്നീട് അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ എന്നുള്ളത് ഖഹ്ത്വാനികളുടെയും അദ്നാനികളുടെയും രണ്ടും മിക്സാണ് അതിലൂടെ വരുന്നത്. അങ്ങനെ പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സന്താന പരമ്പര, അതാണ് അദ്നാനികൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് അവിടെ അവര് താമസാക്കാണ്. നിരവധി കാലഘട്ടങ്ങൾ പിന്നീടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ പിന്നീട് പലതവണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് വന്നു, അവരെ സന്ദർശിച്ചതായിട്ടെല്ലാം അതേ ഹദീസിൽ കാണാൻ സാധിക്കും. ഏകദേശം നിരവധി സന്ദർഭങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെയും ഭാര്യയെയും അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. 4 തവണ വന്നതായിട്ട് സ്വഹിയായിട്ടുള്ള ഉദ്ധരണികൾ, ആധികാരികമായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അതിൽ ഒരു തവണ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതായത് ബലിയെറുക്കാനുള്ള ആ സ്വപ്നവുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ്, അതായത് സ്വപ്നം യഥാർത്ഥത്തിൽ
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലിയെറുക്കാനാണ് കൽപ്പിച്ചതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിന്റെ അതായത് ജൂത ക്രൈസ്തവ വിശ്വാസപ്രകാരം ഇസ്മായിൽ നബി ഇസ്ഹാഖിനെയാണ് ബലിയെറുത്തതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ആ സന്ദർഭത്തിൽ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് ഇസ്ഹാഖിനെ പിന്നീട് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. കാരണം ചില കാരണങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇസ്ഹാഖിന്റെ സന്താന പരമ്പര, അതായത് ഇസ്മായിൽ സന്താന പരമ്പര അവരെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ബൈബിളിൽ തിരുമറി നടത്തുകയാണ് ചെയ്തത്. ഏതായാലും അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരവധി സന്ദർഭത്തിൽ അവരെ സന്ദർശിച്ചു. ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബലിയെറുക്കാനുള്ള കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് വരുന്ന സന്ദർഭത്തിലാണ് നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ നിർമ്മിക്കാനുള്ള കൽപ്പന നൽകുന്നത്. കഅബ നിർമ്മിക്കാനുള്ള കൽപ്പന ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് അവർ ഇരുവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ആ മക്ക ദേശത്ത് ഒരു ഭവനം കെട്ടിപ്പടുക്കുകയാണ്. അവർ കഅബ ഉണ്ടാക്കുന്നതാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്നുള്ള പ്രാർത്ഥനയെല്ലാം അവിടെയാണ് കടന്നു വരുന്നത്. അപ്പൊ അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചരിത്രം. അപ്പൊ മക്കയിലുള്ള ആ ജുർഹും ഗോത്രത്തിൽ നിന്നാണ്, അതായത് ഖഹ്ത്വാനികളിൽപ്പെട്ട ഒരു ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം അതായത് അദ്നാനികളും ഖഹ്താനികളും അവിടെ മിക്സ് ആകുന്നുണ്ട്. അതിനുശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 12ഓളം ആൺകുട്ടികൾ അതിലുണ്ടായി. അത് നിരവധി കേദാർ അല്ലെങ്കിൽ നാബിത്ത് ഇതേ രൂപത്തിലുള്ള നിരവധി പേരുകളെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഈ 12 കുട്ടികൾ 12 ഗോത്രങ്ങളായി പിരിഞ്ഞു. നേരത്തെ ഇസ്ഹാഖിന്റെ കാര്യത്തിൽ നമുക്കറിയാം ബനു ഇസ്രായേലിലും 12 ഗോത്രങ്ങളാണ്. ഈ 12 പിന്നീട് ഇസ്മായിൽ സന്താന പരമ്പരയിൽ കടന്നു വരുന്ന ആ പുത്ര പരമ്പരയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് അദ്നാൻ. അതുകൊണ്ടാണ് ആ ഗോത്രത്തിന് അദ്നാൻ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ വരുന്ന അദ്നാനും ഇടയിൽ ഏകദേശം 400-500 വർഷത്തെ കാലയളവുണ്ടെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലി അല്ലെങ്കിൽ പ്രവാചകന്റെ ആ വംശാവലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലി വന്നു ചേരുന്നത് അദ്നാനിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്നാനി അറബിയാണ്, ഖഹ്ത്വാനിയല്ല. പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഖഹ്ത്വാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു യമനിൽ നിന്നും വന്ന പ്യുവർ അറബികളാണ് ഖഹ്ത്വാനി. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖഹ്ത്വാനിയല്ല, മറിച്ച് ഇസ്മായിൽ സന്താന പരമ്പരയിൽ വരുന്ന അദ്നാനിയാണ് പ്രവാചകൻ. പ്രത്യേകം മനസ്സിലാക്കുക. അത് അങ്ങനെ ആവണം. കാരണം ആ രൂപത്തിലായാലേ ചരിത്രം കൃത്യമായിട്ട് ആ രൂപത്തിൽ അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരയിൽ, അതായത് പ്രവാചകന്റെ പിതൃ പരമ്പരയിൽ 21ാമത്തെ പിതാവായിട്ട് വരുന്ന ആളാണ് അദ്നാൻ. അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ വരുന്ന അദ്നാൻ. ആ അദ്നാനിൽ നിന്നും പ്രവാചകനിലേക്ക് 21 തലമുറയുണ്ട്. പ്രവാചകന്റെ 21ാമത്തെ പിതാവാണ് അദ്നാൻ. അതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ള കാര്യമാണ്. സ്വഹീൽ ബുഖാരിയിലും പ്രവാചകന്റെ വംശാവലി സൂചിപ്പിച്ച സന്ദർഭത്തിൽ അദ്നാൻ മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള പരമ്പര കൃത്യമായിട്ട് അതിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, ഇവിടെ വെച്ച് അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തുടനീളം അവരായിരുന്നു കഅബ സംരക്ഷിച്ചതും അതേപോലെ തന്നെ മക്കയിലുള്ള നേതൃത്വം എല്ലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. സംസം അവരായിരുന്നു പരിചരിച്ചത്. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജുർഹും ഗോത്രക്കാർ, അതായത് ഞാൻ പറഞ്ഞു അവര് അദ്നാനികളാണ്, ഖഹ്ത്വാനികളായ ആ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചത്. ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട് കാലങ്ങൾ പിന്നിട്ട സന്ദർഭത്തിൽ ജുർഹും ഗോത്രക്കാരുടെ പ്രതാപെല്ലാം അസ്തമിച്ച് അവര് മക്കയിലുണ്ടായിരുന്ന ആ തീർത്ഥാടകരെല്ലാം അവർ കൊള്ളയടിക്കാൻ തുടങ്ങി. അന്യായമായിട്ട് കൊള്ളയടിക്കാനെല്ലാം തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ, അതായത് ജുർഹും ഗോത്രക്കാർ വളരെ മോശമായിട്ട് മക്ക നിവാസികളോട് പെരുമാറിയ സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഇതര ഗോത്രങ്ങളെല്ലാം പുറത്തുള്ള മറ്റൊരു ഗോത്രത്തിന്റെ സഹായത്തോടുകൂടെ, പുറത്തുള്ള ഖുസാ ഗോത്രം, പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പേര്, ഖുസാ ഗോത്രത്തിന്റെ സഹായത്തോടുകൂടെ മക്കയിലെ അധികാരികളായിരുന്ന ജുർഹും ഗോത്രക്കാരെ മക്കയിൽ നിന്നും നാട് കടത്തി ഓടിച്ചു. അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ വരുന്ന ആ ജുർഹും ഗോത്രക്കാരെ മക്കൾക്ക് പുറത്തുള്ള ഖുസാ ഗോത്രക്കാർ വന്നിട്ട് അവിടുന്ന് അടിച്ചു ഓടിച്ചു. കാരണം അവരുടെ മോശം തെറ്റായിട്ടുള്ള നടപടിയാണ്. ഇപ്പൊ നാട് വിടേണ്ടി വരുമെന്ന് ഉറപ്പായ സന്ദർഭത്തിൽ
ഈ ജുർഹും ഗോത്രക്കാരൊരു പണി ഒപ്പിച്ചു. എന്താണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ സ്വർണം, അതേപോലെ തന്നെ മുഴുവൻ സാധനങ്ങൾ, അവരുടെ ആ നിധി, അതെല്ലാം സംസം കിണറിലേക്ക് ഇട്ട്, അതായത് ആ സംസം കിണറിലേക്ക് ഇട്ടിട്ട് അവർ ആ കിണർ മൂടി. അതായത് എവിടെയാണ് ആ കിണറിന്റെ ലൊക്കേഷൻ എന്ന് മറ്റൊരാൾക്കും ബോധ്യപ്പെടാത്ത വിധം അവർ ആ കിണറിനെ കുഴിച്ചു മൂടിയതിനു ശേഷം അവർ യമനിലേക്ക് രക്ഷപ്പെട്ടു. അതായത് ഏതായാലും ഞങ്ങൾക്ക് ഇത് കിട്ടൂല, മറ്റുള്ള ആർക്കും അത് കിട്ടരുതെന്നുള്ള പിടിവാശി കാരണം അവർ ആ സംസം കിണർ മൂടിയിട്ട് ജുർഹും ഗോത്രക്കാര് അവിടെ നിന്നും യമനിലേക്ക് രക്ഷപ്പെട്ടു. അതോടുകൂടെ പിന്നീട് മക്കയുടെ ഭരണം ഹുസാ ഗോത്രക്കാരുടെ കയ്യിൽ വരികയാണ്. ഹുസാ ഗോത്രം അത് ഇസ്മായിൽ സന്താന പരമ്പരയിൽ പെട്ട ആളുകളല്ല, പുറത്തുള്ള ആളുകളാണ്, പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ അതാണ് അവിടെ മക്കയിൽ സംഭവിച്ചത്. അപ്പൊ ഇതുവരെ പറഞ്ഞ ആ ഒരു ചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. അതായത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്നുള്ള വിശദീകരണത്തിൽ ഇതിൽ പലതും ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ആ സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുക. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അറബികളെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചു. അറബൽ ബാഇദ, അറബൽ ബാഖിയ. അറബൽ ബാഇദ അതാണ് ആയത് സമൂത് ഗോത്രങ്ങളിൽ വരുന്ന, അതായത് പുരാതന കാലത്തുള്ള അറബികൾ, അവര് നാമാവശേഷമായി. രണ്ടാമതായിട്ട് കടന്നു വരുന്നത് അറബൽ ബാഖിയ, അതാണ് അറബൽ ബാഖിയ. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഖഹ്ത്വാനികൾ, അതേപോലെ തന്നെ അദ്നാനികൾ. ഈ ഖഹ്ത്വാനികളാണ്, അതായത് അറബൽ ആരിബ എന്നറിയപ്പെടുന്ന ഖഹ്ത്വാനികൾ, അവര് യമനികളാണ്. യമനിൽ നിന്നും പാലായനം ചെയ്ത അറബ് ദേശത്തെത്തിയ ഒറിജിനൽ അറബികൾ, അതാണ് ഖഹ്ത്വാനികൾ. രണ്ടാമതായിട്ട് കടന്നു വരുന്നത് അദ്നാനികളാണ്. അറബൽ മുസ്തഅരിബ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവര് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ വരുന്ന ആളുകളാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്നു. മക്കയിൽ വന്നതിന് ശേഷം അവിടെ സംസം എല്ലാം ലഭിച്ചതിന് ശേഷം മക്കയിൽ താമസാക്കി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ മാതാവ് ഹാജർ റളിയല്ലാഹു അൻഹയും അവര് മക്കയിൽ താമസാക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഖഹ്താനി ഗോത്രം, ജുർഹം എന്നറിയപ്പെടുന്ന ആ ഗോത്രം അതുവഴി വന്നു. അവര് വന്നിട്ട് താമസിക്കാൻ അനുമതി ചോദിച്ച് അവസാനം ജുർഹും ഗോത്രം അവിടെ താമസാക്കുന്നു. ആ ജുർഹും ഗോത്രക്കാരിൽ നിന്നും അവർക്കിടയിൽ വളർന്ന് അവരിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചു. അതോടുകൂടെ ഖഹ്താനികളും അദ്നാനികളും തമ്മിൽ മിക്സ് ആവുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു സന്താന പരമ്പര അവിടെ വരുന്നു. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സന്താന പരമ്പരയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്നാൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സന്താന പരമ്പര മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പൊ ഒരുപാട് കാലം കഴിഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാം കാലശേഷം ആ ജുർഹും ഗോത്രക്കാർ അവര് തെറ്റായിട്ടുള്ള നടപടികളെല്ലാം വന്ന സന്ദർഭത്തിൽ പുറത്തുള്ള ഒരു ഹുസാ ഗോത്രക്കാരുടെ സഹായത്തോടുകൂടെ മക്കയിൽ നിന്നും ജുർഹും ഗോത്രക്കാരെ തുരത്തി ഓടിക്കുകയാണ്. അവര് പോകുന്ന സന്ദർഭത്തിൽ അവരവിടെയുള്ള സംസം എല്ലാം മൂടിയിട്ടാണ് അവര് യമനിലേക്ക് രക്ഷപ്പെട്ടത്. പിന്നീട് അതോടുകൂടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലുള്ള ആളുകൾക്ക് മക്കയിലുള്ള അധികാരം നഷ്ടപ്പെട്ട് പിന്നീട് അവിടെ ഭരിച്ചത് ഹുസാ ഗോത്രക്കാരായിരുന്നു. ആ അദ്നാൻ ഗോത്രത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലി വന്നെത്തുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ചരിത്രത്തിന്റെ രത്ന ചുരുക്കം.